കൊല്ലം ചടയമംഗലത്ത് ഗുണ്ടകളെ ഒപ്പം കൂട്ടി ദളിത് ദമ്പതികളെ മർദ്ദിച്ച സംഭവത്തിൽ കാട്ടാക്കട എസ്ഐ മനോജ് ഉൾപ്പെടെ 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ചടയമംഗലം പോലീസ് കേസെടുത്തത്. പോലീസ് അതിക്രമത്തെക്കുറിച്ചുള്ള വാർത്ത 24 ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. കഴിഞ്ഞ ജൂലൈ 20-നാണ് ഗുണ്ടകളെ കൂട്ടി പ്രതിയെ അന്വേഷിച്ചെത്തിയ എസ്ഐ മനോജ് ചടയമംഗലം സ്വദേശിയായ സുരേഷിനെയും ഭാര്യയെയും ആളുമാറി വീട്ടിൽ കയറി മർദ്ദിച്ചത്. വധക്കേസിൽ പ്രതിയെന്ന് കരുതി ദളിത് യുവാവായ സുരേഷിനെ പിടികൂടാനായിരുന്നു ഇവരുടെ ശ്രമം. ആളുമാറിയതാണെന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സുരേഷ് ആവർത്തിച്ചു പറഞ്ഞിട്ടും എസ്ഐ മനോജ് ഇയാളെ വെറുതെ വിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത സുരേഷിനെ പിന്നീട് ആളുമാറിയെന്ന് തിരിച്ചറിഞ്ഞതോടെ വീടിനടുത്തുള്ള വഴിയിൽ ഉപേക്ഷിച്ചു. മർദ്ദിച്ചവശനാക്കിയ ശേഷമാണ് എസ്ഐ മനോജ് സുരേഷിനെ കസ്റ്റഡിയിലെടുത്തത്. ഭാര്യ കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. കൊട്ടാരക്കര ഡിവൈഎസ്പി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് എസ്ഐ അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഒരു പോലീസുകാരനും 3 ഗുണ്ടകളുമാണ് എസ്ഐ മനോജിനൊപ്പം ഉണ്ടായിരുന്നത്. ചടയമംഗലത്ത് ജോലി ചെയ്യുന്നതിനിടെ മേഖലയിലെ ഗുണ്ടകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എസ്ഐ പ്രതികളെ പിടികൂടാനും ഗുണ്ടകളുടെ സഹായം തേടുകയായിരുന്നു. 24 കൊട്ടാരക്കര.